ഹായ് എല്ലാവർക്കും സുമീസ് ക്രാഫ്റ്റിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്യുന്നത് ഒരു കസ്റ്റമൈസ്ഡ് ഹെയർ ബാൻഡിൻ്റെ വീഡിയോ ആണ് കേട്ടോ. വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ഹെയർ ബാൻഡാണ്. അപ്പോൾ ഇതിന് ഉപയോഗിച്ചിരിക്കുന്നത് മെയിനായിട്ട് നമുക്ക് വേണ്ടത് നമ്മുടെ ഹെയർ ലേസ് ആണ്. അപ്പോൾ അത് നമുക്ക് മീറ്റർ കണക്കിന് വാങ്ങിക്കാൻ കിട്ടും. പിന്നെ ഞാൻ എടുത്തിരിക്കുന്ന സാറ്റിൻ കവർ ചെയ്ത നമ്മുടെ മെറ്റാലിക് ഹെയർ ബാൻഡാണ്. അപ്പോൾ അത് നമുക്ക് എത്ര ആവശ്യത്തിനാണ് ആവശ്യമുള്ളതെന്ന് നോക്കിയിട്ട് ആദ്യം അതൊന്ന് കട്ട് ചെയ്തെടുക്കുക. കട്ട് ചെയ്തപ്പോൾ നമുക്കത് വേസ്റ്റ് ആവത്തില്ല, അതുകൊണ്ടാണ്. അപ്പോൾ അടുത്ത് ചെയ്യേണ്ടതെന്ന് അതിൻ്റെ എഡ്ജ് ഞാൻ എൻഡ് ടേപ്പ് കൊണ്ടാണ് ആദ്യമേ കവർ ചെയ്തിട്ടാണ് ചെയ്യുന്നത്. അപ്പോൾ ഇതുപോലെ ആ മെറ്റാലിക് ഹെയർ ബാൻഡിലേക്ക് നമ്മുടെ ഹെയർ ബാൻഡ് ഇതുപോലെ ഒന്ന് എഡ്ജ്, കാരണം ഇത് കുറച്ച് വീതി കൂടുതലാണ്. അപ്പോൾ നമ്മൾ പെട്ടെന്ന് നമ്മൾ പിടിച്ചായിരിക്കില്ല, അതുകൊണ്ടൊന്ന് നന്നായിട്ട് കയ്യിലേക്ക് ഒന്ന് ഫോൾഡ് ചെയ്ത് വെച്ചതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യുക, നമ്മുടെ എൻഡ് ടേപ്പ് കൊണ്ട് നന്നായിട്ടൊന്ന് കവർ ചെയ്യുക. നന്നായിട്ട് ടൈറ്റായിട്ട് തന്നെ അത് കവർ ചെയ്ത് വെക്കണം. അല്ലായെങ്കിൽ നമുക്ക് ബുദ്ധിമുട്ടാണെങ്കിൽ ഒന്ന് നമ്മുടെ എന്താ പറയുക, ഒരു ത്രെഡ് എടുത്തിട്ട് അതിനൊന്ന് ചുറ്റി നന്നായിട്ട് ടൈ ചെയ്തിട്ട് ചെയ്താലും മതിയാവും. അപ്പം നമ്മളുടെ ഇഷ്ടത്തിന് നമുക്ക് ഏതാണ് എളുപ്പമെന്ന് തോന്നുന്നത് അതനുസരിച്ച് ചെയ്യുക. അടുത്ത് ഞാനിത് ചെയ്യുന്നത് ഒരു എന്താ പറയുക, ഇടയ്ക്കിടയ്ക്ക് ഒരു 4, അതായത് സെൻറ്ററും മൊത്തത്തിൽ ഒരു 4 ഒരു എന്താ പറയുക, ഈ ഒരു ഷേപ്പ് നമ്മൾ ജസ്റ്റ് ഒരു 4 എടുത്ത് ഇതുപോലെ ഒന്ന് ജസ്റ്റ് ടൈ ചെയ്താൽ മാത്രം മതി. ഇതുപോലെ ഒന്ന് പിടിക്കുക, ടൈ ചെയ്യുക. നമ്മളവിടെ ഒരു സൈഡ് ഫോൾഡ് ചെയ്യുമ്പോൾ തന്നെ അതൊരു ഈ ഒരു ഷേപ്പിലേക്ക് വന്നോളും കേട്ടോ. അപ്പോൾ ജസ്റ്റ് അവിടെ നിങ്ങൾക്ക് ഞാനത് കഴിഞ്ഞിട്ട് അവിടെ സെൻറ്ററിലേക്ക് ആ ഓരോ പ്രാവശ്യവും ഞാനൊന്ന് കമ്പി വെച്ചിട്ടാണ് കെട്ടുന്നത്. അതായത് നമ്മളുടെ 4ൻ്റെ വയറാണ് വെച്ചിട്ട് കെട്ടുന്നത്. 0.4ൻ്റെ വയർ വെച്ചിട്ടാണ് അവിടെ അത് ടൈ ചെയ്തത്. നമ്മുടെ കയ്യിൽ ത്രെഡ് ഉണ്ടെങ്കിൽ ചെയ്യാൻ കേട്ടോ. എൻ്റെ കയ്യിൽ ത്രെഡ് ഇല്ലായിരുന്നു, ബ്ലാക്ക് ത്രെഡ് ഇല്ലായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ നമ്മുടെ മെറ്റാലിക് ഹെയർ ബാൻഡിലേക്ക് വയർ ചുറ്റിയിട്ട് ചെയ്തത്. അപ്പം നമ്മുടെ ഇഷ്ടം എന്താ പറയുക, ഇഷ്ടത്തിനനുസരിച്ച് നമുക്കിതിൻ്റെ എത്ര എണ്ണം വേണം അത് കൂട്ടിയെടുക്കാം കേട്ടോ. ഞാനൊരു 4 എണ്ണമാണ് കറക്റ്റ് ചിന്തിച്ചിട്ട് ചെയ്തത്. അപ്പം 4 എണ്ണം ആകുമ്പോൾ സെൻറ്റർ ഒരു സൈഡിൽ 2, അടുത്ത സൈഡിൽ 2, അങ്ങനെ. അപ്പോൾ നോക്കിയേ, അപ്പോൾ ഈ രണ്ടാമത്തേത് വരുമ്പോൾ ആ സെൻറ്ററിൽ തന്നെ കറക്റ്റ് വരണം. ഇതുപോലെ അത് നമ്മൾ ടൈ ചെയ്യുന്നത് കറക്റ്റ് ആ സെൻറ്ററിലായിരിക്കണം. അപ്പോൾ ഇതൊക്കെ ഒന്ന് ജസ്റ്റ് ചെയ്യുമ്പോൾ ഒന്ന് ആദ്യമേ ഒന്ന് മനസ്സിൽ കണക്ക് കൂട്ടുക, എന്നിട്ട് അതിനനുസരിച്ച് ഡിവൈഡ് ചെയ്ത് ചെയ്യുക. അപ്പോൾ അടുത്ത സൈഡിലേക്ക് തിരിയുമ്പോൾ നമ്മൾ അടുത്ത ഒരു സൈഡിൽ ചെയ്തിരിക്കുന്ന ആ ഒരു മെഷർമെൻറ്റ് വെച്ചിട്ട് ആ ഒരു സൈഡ് നോക്കി അങ്ങ് ചെയ്താൽ മതിയാവും കേട്ടോ. അപ്പോൾ ഒരു സൈഡ് ചെയ്ത് കഴിയുമ്പോൾ വളരെ എളുപ്പമാണ് നമുക്ക് ചെയ്യുന്നതൊക്കെ. വളരെ ബുദ്ധിമുട്ടോ ഒന്നുമില്ല, ജസ്റ്റ് ഇതൊന്ന് ടൈ ചെയ്യുന്നത് മാത്രമേ ഉള്ളൂ. പിന്നെ ഉള്ളതെല്ലാം വളരെ എളുപ്പത്തിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്നതാണ്. അടുത്ത എഡ്ജ് ഇങ്ങനെ കവർ ചെയ്യുമ്പോൾ ജസ്റ്റ് ഒന്ന് നേരത്തെ ചെയ്തതുപോലെ തന്നെയാണ്. അതെല്ലാം ഒന്ന് ഒരുമിച്ച് നമ്മുടെ കയ്യിൽ നന്നായിട്ടൊന്ന് ടൈറ്റ് ചെയ്ത് പിടിക്കുക. അതിനുശേഷം ബാലൻസ് ഉണ്ടെങ്കിൽ അതിനെ ഒന്ന് ജസ്റ്റ് കട്ട് ചെയ്ത് മാറ്റിയതിന് ശേഷം നമ്മൾ എൻഡ് ടേപ്പ് കൊടുത്ത് നന്നായിട്ട് എന്താ പറയുക, അവിടെ അങ്ങ് ഒട്ടിക്കുക. അഥവാ നിങ്ങളുടെ കയ്യിൽ നിൽക്കുന്നില്ലെങ്കിൽ, നമ്മൾ ആദ്യമായിട്ടൊക്കെ ചെയ്യുമ്പോൾ പെട്ടെന്ന് നമ്മുടെ കയ്യിൽ ചിലപ്പോൾ നിൽക്കത്തില്ല. അങ്ങനെയാണെങ്കിൽ അവിടെ ഒന്ന് ത്രെഡ് കൊണ്ടായിരിക്കും കവർ ചെയ്യുന്നത് നല്ലത്. ജസ്റ്റ് ഒന്ന് ചുറ്റിയതിന് ശേഷം ഒന്ന് കെട്ടിവെച്ചതിന് ശേഷം നിങ്ങൾ എൻഡ് ടേപ്പ് കൊടുക്കുക. ഇനി സാറ്റിൻ റിബൺ ഞാൻ പറയാറുണ്ടല്ലോ, സാറ്റിൻ റിബൺ നമുക്ക് അവിടെ കൊടുത്ത് നല്ല രീതിയിൽ ടൈ ചെയ്ത് വയ്ക്കാം. അങ്ങനെ കൊടുത്താലും മതിയാവും. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ആദ്യം ജസ്റ്റ് എൻഡ് ഒന്ന് നന്നായിട്ട് ടൈ ചെയ്തിട്ട് വേണം ചെയ്യാൻ. അപ്പോൾ നോക്കിയേ, അപ്പോൾ നമ്മുടെ ഹെയർ ബാൻഡിൻ്റെ ഒരു ഔട്ട്ലൈൻ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിൽ നമ്മൾ ഡിസൈൻ ചെയ്യുക. അത് എങ്ങനെ വേണം നമ്മളുടെ ഇഷ്ടത്തിനനുസരിച്ചൊക്കെ മാറ്റാം. ഇനി ജസ്റ്റ് വെറുതെ പാച്ചസ് കൊടുക്കുക. ഞാനിവിടെ ക്ലിപ്പ് സ്റ്റോണാണ്, ഇച്ചിരി വലിയ ക്ലിപ്പ് സ്റ്റോണാണ് ഓരോ ഗ്യാപ്പിലും ആ ഒരു ഫ്ലവറായിട്ട് ഞാൻ കൊടുക്കുന്നത്. അതിനുശേഷം ഞാൻ ബീഡ്സ് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ നമ്മുടെ ഇഷ്ടമാണ്. ഇനി അവിടെ വേറെ വല്ല ഒരു ചെറിയ ഓരോരോ ഫ്ലവർ അനുസരിച്ചാണ് കൊടുക്കുന്നത്. ആ ഫ്ലവർ ആയാലും മതി കേട്ടോ. അപ്പോൾ നമ്മുടെ കയ്യിലുള്ളത് വെച്ചിട്ടൊക്കെ ചെയ്യാം. അപ്പോൾ ജസ്റ്റ് നമ്മളുടെ ആവശ്യങ്ങൾക്ക് അങ്ങനെ ചെയ്യാം. എന്നിട്ട് 2 ബീഡ്സ് ഇതുപോലെ ഞാൻ ഒട്ടിച്ചു. ഇത് നമ്മുടെ ഗം വെച്ചിട്ട് വേണമെങ്കിൽ ഒട്ടിക്കാം കേട്ടോ, നന്നായിട്ട് പേസ്റ്റ് ആയിരുന്നോളും. അപ്പോൾ നോക്കിയേ, ഇപ്പോൾ നല്ലൊരു ഭംഗിയായല്ലേ. ആ ഒരു ബ്ലാക്കിൽ ആ ഒരു വൈറ്റ് വന്നപ്പോൾ തന്നെ ഒരു പ്രത്യേക ഭംഗി, ആ സ്റ്റോണൊക്കെ ക്ലിപ്പ് സ്റ്റോണിൻ്റെ ഒരു ഭംഗിയും എല്ലാം. ഞാൻ പെട്ടെന്ന് ഒട്ടിച്ചൊട്ടിച്ച് എനിക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് എന്താ പറഞ്ഞത്. കാരണം ഈ ബീഡ്സ് കുറച്ച് വലുതാണ്, അത് ശരിക്കും പേളാണ് വെച്ചിരിക്കുന്നത്. അപ്പോൾ അത് കുറച്ച് വലുതായതുകൊണ്ട് ചിലപ്പോൾ ഒട്ടിച്ചിട്ട് കുറച്ച് സമയം ഡ്രൈ ആയില്ലെങ്കിൽ അടുത്ത് ഞാൻ ഒട്ടിക്കാൻ എടുക്കുമ്പോൾ ഇളകിപ്പോവും ചിലപ്പോൾ. അതുകൊണ്ടാണ്, അല്ലെങ്കിൽ ഒരുമിച്ച് നമുക്ക് ഒട്ടിച്ച് വയ്ക്കാൻ സമയമില്ലായിരുന്നു എനിക്ക്. അതുകൊണ്ടാണ് ഇത് ഇങ്ങനെ ഞാൻ പെട്ടെന്ന് ചെയ്യാനായിട്ടാണ് നമ്മുടെ ഗ്ലൂ ഗൺ യൂസ് ചെയ്തത്. നോക്കിയേ, ഇനി അടുത്ത് ഇതിൻ്റെ ഇടയിലേക്ക് അക്രാലിക് ഫ്ലവേഴ്സ് ഉണ്ടായിരുന്നു. ഈ അക്രാലിക് ഫ്ലവേഴ്സ് ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഗ്യാപ്പ് ഇട്ട് കൊടുക്കണം. കാരണം ഈ അക്രാലിക് ഫ്ലവേഴ്സ് നമ്മൾ ഈ പെട്ടെന്ന് ആ ഗ്ലൂ ഗൺ അപ്ലൈ ചെയ്ത ഉടനെ തന്നെ ഒട്ടിക്കുക, അല്ലെങ്കിൽ അത് ആ ഒരു ഡ്രൈനെസ് അതങ്ങ് ഒരു മെൽറ്റായിരിക്കുന്നതിൽ അത് പെട്ടെന്ന് അങ്ങ് ഇളകിപ്പോവും.
ആ ഒരു മെൽറ്റിനെസ് അങ്ങ് മാറും, കുറച്ച് ഡ്രൈ ആവും അതങ്ങ്. അപ്പോൾ പിന്നെ പെട്ടെന്ന് ആ ഫ്ലവറൊക്കെ ഒട്ടിച്ച് വെച്ചാൽ ഇളകി പോകും. അതുകൊണ്ട് ഗ്ലൂ ഗൺ യൂസ് ചെയ്യുമെങ്കിൽ അപ്പം തന്നെ ഗം അപ്ലൈ ചെയ്യുക, ഉടനെ ഓൺ ദി സ്പോട്ടിൽ ഒട്ടിക്കുക, ഒരു സമയം പോലും വേസ്റ്റ് ആക്കരുത്. അങ്ങനെ ഒരു കുഴപ്പം കൂടെ ഉണ്ട് ഇതിന്. അപ്പോൾ നോക്കി ഞാൻ ഇതെല്ലാം ഒട്ടിച്ച് ഇനി ഇതിൻ്റെ അകത്തേക്ക് ഓരോ സ്റ്റോൺസ് ഒക്കെ കൂടെ അങ്ങ് കൊടുത്ത് അതിനെ കുറച്ചുകൂടെ മനോഹരമാക്കി. അപ്പോൾ എന്താ പറയുക, വളരെ 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 സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒന്നാണിത് കേട്ടോ. നമുക്കിത് അല്ലെങ്കിൽ ഈ സെൻറ്ററിൽ മാത്രം ഈ ഫ്ലവേഴ്സ് അതിൻ്റെ എന്താ പറയുക ഒരു ലെയർ ഫ്ലവേഴ്സ് കൊടുത്താലും മാത്രം മതിയാവും. അപ്പോൾ ഞാൻ എൻ്റെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്തു. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടേതായ രീതിയിലൊക്കെ മാറ്റി ചെയ്യാം. അതിൻ്റെ അകത്ത് ഇനി കളർ ബ്ലാക്ക് വേണോ, കുഞ്ഞു ബ്ലാക്ക് കളർ ബീഡ്സ് ഉണ്ടെങ്കിൽ കൊടുക്കാം, ഗോൾഡൻ കളർ ബീഡ്സ് വേണമെങ്കിൽ ഇട്ട് കൊടുക്കാം. നമ്മുടെ കയ്യിലുള്ള സാധനങ്ങൾ വെച്ചിട്ട് നമുക്കതിനെ മനോഹരമാക്കാം. ഞാൻ ഇതിൻ്റെ ഇടയിലേക്ക് വീണ്ടും സ്റ്റോൺസ് ഒക്കെ കൊടുത്തു, ഒന്നുകൂടെ അതിനൊന്ന് കുറച്ചുകൂടെ ആ ഒരു ഗ്യാപ്പെല്ലാം ഫില്ല് ചെയ്തു. ആ 2 ബീഡ്സ് നമ്മളുണ്ടായിരുന്ന ഗ്യാപ്പുകളെല്ലാം സ്റ്റോൺ കൊണ്ട് തന്നെ അങ്ങ് ഫില്ല് ചെയ്തു. നോക്കി, അപ്പോൾ അവിടെ നമ്മൾ ആ ഒരു ഗ്യാപ്പുള്ള കാര്യം പോലും അറിയത്തില്ല. നമ്മളതൊക്കെ ശരിക്കും പറഞ്ഞ അവസാനം ഇതെല്ലാം ഫൈനൽ ടച്ച് എന്ന് പറയുന്ന ഒരു ഫിനിഷിങ്ങിന് വേണ്ടി ചെയ്യുന്ന കാര്യങ്ങളാണ്. അപ്പോൾ ആ ഫിനിഷിങ് ചെയ്യുമ്പോൾ ഇതെല്ലാം വളരെ മനോഹരമായിരിക്കും. പ്രത്യേകിച്ച് ഈ ഹെയർ ബാൻഡ് നമ്മൾ ഇങ്ങനെ ഡയറക്റ്റ് കാണുന്നതിനേക്കാളും ഏറ്റവും ഭംഗിയെന്ന് പറയുന്നത് ഹെയറിൽ വെച്ചപ്പോഴായിരുന്നു. ശരിക്കും ഞാനിതൊന്നും ആദ്യം മോൾക്ക് ചെയ്തതായിരുന്നു. അങ്ങനെ കണ്ടിട്ടായിരുന്നു കുറച്ച് പേര് എൻ്റെ അടുത്ത് ചോദിച്ചത്. ശരിക്കും അത് ഹെയറിൽ വെക്കുമ്പോൾ ഒരു പ്രത്യേക ഭംഗിയാണ് കേട്ടോ. ഇതിങ്ങനെ ആ ഒരു ഹെയർ ബാൻഡ് ഇങ്ങനെ മേളിലിങ്ങനെ ഒരു ഷേപ്പിലൊക്കെ നിൽക്കുന്ന ഒരു പ്രത്യേക ഭംഗിയാണ്. നല്ല രസമായിരുന്നു. അങ്ങനെ ഒത്തിരി പേര് ചോദിച്ചൊരു ഇതാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്കൊക്കെ വളരെ സിമ്പിളായിട്ട്, നമുക്കതൊന്നും ഒത്തിരി ടൈം എടുത്ത് ചെയ്യുന്നതല്ല, വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്ന, ഒരുപാട് റേറ്റുള്ള സാധനങ്ങൾ വാങ്ങിച്ചിട്ട് ചെയ്യുന്നത് ഒന്നുമല്ല, വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റുന്നതാണ്. അപ്പോൾ നോക്കി, ഇതിൻ്റെ ഇടയിൽ വീണ്ടും ഞാനൊരു 3 സ്റ്റോൺസൊക്കെ കൊടുത്ത് ഞാൻ കുറച്ചുകൂടെ ഒന്ന് മനോഹരമാക്കിയെടുത്ത്. അപ്പോൾ നിങ്ങളുടെ ഇഷ്ടത്തിന് നിങ്ങളുടെ കയ്യിലുള്ള എല്ലാം കൊണ്ട് വെച്ച് എന്ത് ചെയ്യാം, സാധനങ്ങൾ വെച്ചിട്ട് തന്നെ ചെയ്യാം. ഈ സ്റ്റോൺസിനൊക്കെ പറയാം വൈറ്റ് ഹാഫ് കട്ട് ബീഡ്സ് ഉണ്ടെങ്കിൽ കട്ട് ബീഡ്സ് കൊടുക്കാം. അപ്പോൾ അങ്ങനെയൊക്കെ നമുക്ക് ചെയ്യാം. നോക്കി, വളരെ സിമ്പിളായിട്ട് ചെയ്യാൻ പറ്റിയ ഒന്നായിരുന്നു. അപ്പോൾ വളരെ ഭംഗിയാണ്, നിങ്ങളെല്ലാവരും ചെയ്യാൻ ശ്രമിക്കണം. അപ്പോൾ പുതുതായിട്ട് ചാനൽ കാണുന്നവർ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കൽ. പുതിയൊരു വീഡിയോ ആയിട്ട് കാണുന്നവർ എല്ലാവർക്കും ബൈ.